ഇതെല്ലാം ട്രിക്കാന്ന്. ഇതൊന്നും ആത്മാവല്ല, ഇതൊന്നും ദൈവാത്മാവും അല്ല. അതാണ് പറഞ്ഞത്, അങ്ങേ നീ കിടന്ന് തുള്ളരുത്. ഇതൊക്കെ ഇവന്റെ ഓരോ കോഴ്സുകളാ. അമ്മാമൻ ന്യൂസിലൻഡ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട്. ഇന്നത്തെ പ്രവചനമെല്ലാം അങ്ങനാന്നല്ലോ. കൂടുതലും ഭൗതികത്തെ ഊന്നൽ കൊടുത്ത് അല്ലേ പ്രവചിക്കുന്നേ. സ്തോത്രം. നിങ്ങൾ പ്രവാചകന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ച ഇച്ചിരി കനവുള്ളവനാന്ന് കണ്ടു കഴിഞ്ഞാൽ ചില പ്രൊജക്റ്റുകൾ ഇവൻ നിന്ന് ചുമ്മാ ഇങ്ങനെ ഞെട്ടുക, വന്നവനും ഞെട്ടുക, കണ്ടിരിക്കുന്ന നമ്മൾ നേരത്തെ ഞെട്ടിയിരിക്കുക ഇതെല്ലാം കണ്ട് അല്ലേ മകനെ. ചില ഇപ്പോഴത്തെ ചില വിദ്വാന്മാരെ കണ്ടില്ലേ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇവര് മിണ്ടുകയല്ല. ഈ പാവം പിടിച്ച സഹോദരിമാർ അത് കണ്ട ഉടനെ ഇവന് നെഞ്ചു വിലങ്ങിയതാന്നോ ശ്വാസം മുട്ടിയതാന്നോ എന്നതാണെന്ന് അറിയാം. അതുങ്ങളുടെ പിന്നെ അങ്ങ് അന്തരീക്ഷമല്ലേ. അപ്പൊ ഈ ഓർഗൻ വായിക്കുന്ന ഇവിടെ യേശാസ് ചെയ്യുന്നില്ല, ഉടനെ പിള്ളേരും അനക്കി കൊടുക്കും. നിങ്ങൾ കണ്ടിട്ട് ഇതെല്ലാം ട്രിക്കാന്ന്. ഇതൊന്നും ആത്മാവല്ല, ഇതൊന്നും ദൈവാത്മാവും അല്ല. അതാണ് പറഞ്ഞത്, അങ്ങേ നീ കിടന്ന് തുള്ളരുത്. ഇതൊക്കെ ഇവന്റെ ഓരോ കോഴ്സുകളാ. ഏനാടാ ഹാനോക്ക് പ്രവചിച്ചെന്നാ യൂദ എഴുതിയിരിക്കുന്നത്. എന്തുവാ ഹാനോക്ക് പ്രവചിച്ചത്? ഹാനോക്ക് പ്രവചിച്ചത് നിന്നെ അമേരിക്ക വിടുവെന്നും, നീ 3 നില വീട് പണിത് മണ്ടയിൽ നിന്ന് ഉലാത്തുവെന്നും, നിനക്ക് ഇമ്പാല കാറ് കിട്ടുമെന്നും, സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ മേടിക്കുമെന്നും, നീ BMW നിന്റെ വെമ്പളയായിട്ട് ഇങ്ങനെ കൊട്ടാരൊക്കെ കിഴക്കേ തെരുവിൽ കൂടെ പറപ്പിക്കുന്നത് ആത്മാവ്. കുഞ്ഞന്നാമ്മയെ അതൊന്നും അല്ല പ്രവചിച്ചത്. സ്തോത്രം. ഹാനോക്ക് പ്രവചിച്ചത് നിനക്ക് വണ്ടി കിട്ടുന്ന കാര്യവും വീട് വെക്കുന്ന കാര്യവും അമേരിക്ക പോകുന്ന കാര്യം പോകരുതെന്നല്ല, പേർഷ്യ പോകുന്ന കാര്യവും ഭൗതികമുണ്ടാക്കുന്നത് കാര്യവും വസ്തു മേടിക്കുന്ന കാര്യവും അല്ല പ്രവചിച്ചത്. എന്തുവാ പ്രവചിച്ചത്? ഭക്തി കെട്ട് നടക്കുന്നവർക്കെതിരെ പ്രവചിച്ചു. സ്തോത്രം. പ്രമാണം വിട്ട് ഭക്തി കെട്ട് ഉപദേശം തെറ്റി വേർപാടിന്റെ ഉപദേശത്തെ താളടിയാക്കി പ്രമാണം വിട്ട് വഴിവിട്ട് ക്രമം കെട്ട് നടക്കുന്നവർക്കെതിരെ ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു. അതാ പ്രവചിച്ചത്, അല്ലാതെ വണ്ടിയും വീടും മറ്റും കാടും കിട്ടുന്ന കാര്യമല്ല. സ്തോത്രം. ഭക്തി കെട്ട് നടക്കുന്ന ആ വ്യക്തി അതല്ലേ വായിച്ച് ആ 14 ഒന്നുകൂടെ വായിച്ചേ. 14 മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ചാ. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും ഇവനെയെല്ലാം ദൈവം വിധിക്കും. ഹാനോക്ക് ശക്തമായി പ്രവചിച്ചു.